ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ ഒരു സ്മൈലി എങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. കമൻറ്റൊക്കെ ഇട്ടാലുള്ളൂ വീഡിയോസ് കുറേ ആളുകളിലേക്കൊക്കെ എത്തുള്ളൂ. പിന്നെ നമുക്ക് വീഡിയോസൊക്കെ ഇടാനൊരു ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ടും തേങ്ങാപ്പാലുമാണ് കേട്ടോ. പിന്നെ എത്ര കറി ഉണ്ടെങ്കിലും മക്കൾക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ നൂൽപുട്ടൊക്കെ ഇഷ്ടം. അപ്പോൾ അവർക്ക് എന്തായാലും നൂൽപുട്ടും തേങ്ങാപ്പാലുമാണ്. അങ്ങനെ നൂൽപുട്ടൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് സ്കൂൾക്ക് അവർക്ക് കൊടുത്തിട്ടുള്ളത് പാൻ കേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പ് പാല്, 1 മുട്ട, മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര, 1.25 കപ്പ് മൈദ. ഇനിയിപ്പോൾ ഗോതമ്പ് പൊടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് വാനില എസൻസ്, ഒരു പിഞ്ച് ഉപ്പ്. ഇനിയിപ്പോൾ മിക്സിയിൽ നല്ലോണം അതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ പാൻ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചൂടായ പാനിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഓരോ കയ്യിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും 1 ടേബിൾ സ്പൂൺ നമ്മളെ ബാറ്റർക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ പാനിൽ ഓയിലാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്കാണ് കേട്ടോ. പിന്നെ ഇത് മക്കൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടമാവും. ഞാനിതിൻ്റെ മുകളിൽ ഹണിയാണ് കേട്ടോ ആക്കി കൊടുക്കൽ. ഓരോ ലെയറിൽ അങ്ങനെ ഹണിയാക്കി കൊടുക്കും. ഇപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ള പാൻ കേക്കൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. അങ്ങനത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും സ്കൂൾ പോക്കും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതാണ്. ഞാൻ ചോറിനുള്ള വെള്ളം അരിയും കൂടിയും അടുപ്പത്ത് വെച്ച് കൊടുത്തിക്കണേ. പിന്നെ ഇന്ന് ലഞ്ചിന് ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഫ്രിഡ്ജിൽ കട്ട് ചെയ്തിട്ട് റെഡി ആക്കിയിട്ട് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പേരി ആയിട്ട് കൈപ്പക്കയാണ്. പിന്നെ ഇന്നിപ്പോൾ കറി ആവോലിൻ്റെ തല ഉണ്ട്. അപ്പോൾ അത് തേങ്ങ അരച്ചിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ തേങ്ങയും ഫ്രിഡ്ജിൽ ഞാൻ റെഡി ആക്കിയിട്ട് വെച്ചിക്കണം കേട്ടോ. പിന്നെ ഇന്ന് കോളിഫ്ലവർ ഫ്രൈയും ആണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഊറ്റി വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് മസാല മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ തലേന്ന് റെഡിയാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് നല്ല ഇഷ്ടമാവും കേട്ടോ. കുക്കിങ്ങിന് പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ. ഒക്കെ ചട്ടിക്ക് ഇട്ടിട്ട് കുക്ക് ചെയ്യാനല്ലേ ഉള്ളൂ. പിന്നെ ഇതാ ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയിൽ ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടെടുത്തിട്ടാണ് ക്ലീനിങ്ങിന് നിന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓരോ പണിയെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു പണി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ. അപ്പോൾ അങ്ങനെ ഇതാ കോളിഫ്ലവറിൻ്റെ ഫ്രൈയും റെഡി ആക്കണം കേട്ടോ.
ഉച്ചക്കുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഫ്രൈ ചെയ്തിട്ട് ഇനിയിപ്പോൾ ബാക്കിയുള്ളത് രാത്രി അങ്ങനെ ഫ്രൈ ചെയ്യാമല്ലോ. അങ്ങനെ ലഞ്ചും കാര്യങ്ങളും ഒക്കെ ആയി. ഇനിയിപ്പോൾ ഇത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നല്ല സിമ്പിളായിട്ടൊരു പുഡിങ്ങാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഞാനൊരു പാക്ക് പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, 500 ml. അതിൽ നിന്ന് കുറച്ച് പാലൊരു ബൗളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, കട്ടല്ലാത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ബാക്കിയുള്ള പാല് ഞാനൊരു പാനിൽ ഒഴിച്ചെടുത്തിക്കണേ. അതിൽക്കൊരു 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പാല് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് അതിലേക്ക് ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുക. നല്ലോണം ഒന്നിങ്ങനെ കുറുകുന്ന ടൈമിൽ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് അൺസാൾട്ടഡ് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കണം കേട്ടോ, ഇത്ര മതി. ഇനിയിപ്പോൾ നമ്മൾ പുഡിങ് സെറ്റാക്കി എടുക്കുന്ന പാത്രത്തിൽ ഞാൻ കുറച്ച് ഡെസിഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ടെടുത്തിക്കണേ. അത് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒരു ടേസ്റ്റ് ആയിരുന്നു. ഇനി അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ 1/2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മുകൾക്ക് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമും ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സ്റ്റിഫ് പീക്ക് ആവണ്ട, അതിൻ്റെ കുറച്ച് സ്റ്റിഫ് പീക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതുപോലെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇത്ര തന്നെ ആവണ്ട കേട്ടോ. ഇപ്പോൾ എല്ലാ ഭാഗത്തും ഇതൊന്ന് ആക്കി കൊടുക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുത്തതായിരുന്നു കേട്ടോ. ഒരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയൊരു പുഡിങ്ങാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള 2 ലെയറായിട്ട് വരുന്നൊരു പുഡിങ്ങാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. നമുക്ക് പെട്ടെന്നൊരു പുഡിങ്ങൊക്കെ ഉണ്ടാക്കണം തോന്നുകയാണെങ്കിൽ അതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.